വെൽക്കം ബാക്ക്. ബൈപ്പോളാർ ഡിസോർഡർ 1 എന്താണ്, 2 എന്താണ്, അതിൻ്റെ വ്യത്യസ്തതകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുകയാണ്. 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂഡ് ചേഞ്ചസ് ആണ്. മൂഡ് ഒരു അപ്പായിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് മാനിക് എന്ന് പറയും, ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന് ഡിപ്രസീവ് എന്ന് പറയും. ഈ 2 ബൈപ്പോളാർ ഡിസോർഡറുകളിലും ഡിപ്രഷൻ വന്നുകൊള്ളണം എന്നില്ല. 2 BPDകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാനിക് എപ്പിസോഡുകൾ, അതായത് അപ്പായി മാറുന്ന ഹൈ എനർജറ്റിക് ആയിട്ട് മാറുന്ന എപ്പിസോഡുകളിലുള്ള വ്യത്യാസമാണ്. അതായത് ബൈപ്പോളാർ 1 ഉള്ള ഒരാൾക്കാണെങ്കിൽ മാനിക് എപ്പിസോഡാണെങ്കിൽ 2 ഉള്ള ആൾക്ക് അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഹൈപ്പോ മാനിക്, അത്രയുള്ള ഒരവസ്ഥ ഇല്ലാത്ത അല്പം കൂടെ കുറഞ്ഞ ഒരവസ്ഥയായിരിക്കും. ബൈപ്പോളാർ ഡിസോർഡർ 1 ഉള്ള ആൾക്ക് ഡിപ്രഷൻ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷേ 2 ഉള്ള ആൾക്ക് ഡിപ്രഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും ബൈപ്പോളാർ 1 ഉള്ള ചില ആളുകൾക്കും മേജർ ആയിട്ടുള്ള ചില ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചില ആളുകൾക്ക് മാത്രമായിരിക്കും. BPD 2 ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കുക? അവർ ഹൈപ്പോ മാനിക് ആയിരിക്കും, മാനിക് അല്ല ഹൈപ്പോ മാനിക് ആയിരിക്കും, പ്ലസ് ഡിപ്രഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ഇനി മാനിക്കാണ് ഡിപ്രഷൻ ഇല്ല, അതല്ല അതിന് മാനിക്കാണ് ഡിപ്രഷൻ ഉണ്ട്, അത് BPD 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സാറേ മൂഡ്സ് എല്ലാവർക്കും ഉണ്ടാവാറില്ലേ? മൂഡ്സിലെ അപ്സും ഡൗൺസും, ചില സമയത്ത് നല്ല എനർജി, ചില സമയത്ത് അതെല്ലാവർക്കും ഉണ്ടാവാറില്ല. തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അത് സാധാരണ ഉണ്ടാകുന്ന അവസ്ഥയല്ല. ഹൈ എനർജി ആയിരിക്കും, ഹൈലി ഡിപ്രസ്ഡ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത് മെഡിക്കേഷൻസും സൈക്കോ തെറാപ്പീസുമാണ്. മേജർ ഡിപ്രസീവ് ആയിരിക്കുന്ന മൂഡിലിരിക്കുന്ന ആളുകൾക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാറുണ്ട്. ഈ ആൻറ്റി ഡിപ്രസൻസ് അവർ ഹൈലി ഡിപ്രസീവ് ആയിരിക്കുന്ന, ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുക. അത് കൊടുത്ത് അതിലൊരു മാറ്റം വന്നാൽ ഉടനെ അത് മാറ്റൽ നിർബന്ധമാണ്. അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഡിപ്രസൻസ് കൊടുത്ത് ഡിപ്രസ്ഡായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടി ആൻറ്റി ഡിപ്രസൻസ് കൊടുത്ത് ഈ ആളുകൾ ഒരു പക്ഷേ അത് ഒരു നോർമലായി എന്ന് മനസ്സിലാക്കിയ ഉടനെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ മാനിക് എപ്പിസോഡിലേക്ക്, ഹൈ എനർജി ഒരവസ്ഥയിലേക്ക് മാറാനും ആ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് മാറി ഹൈ എനർജറ്റിക് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഇല്ലോജിക്കലി ഇറാഷണലായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ ഡിപ്രസീവ് ആയിരിക്കുന്ന ആളുകൾക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കുമ്പോൾ കൂടെയുള്ള ആളുകളും ഡോക്ടേഴ്സും ഒക്കെ തന്നെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പരിഗണിക്കൽ നിർബന്ധമാണ്. ഇതുകൊണ്ടൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ECT, ഇലക്ട്രോ കമ്പൾസീവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ മറ്റു ചില കാര്യങ്ങൾ, ഇത് 3ാമത്തെ തരത്തിലുള്ള ഒരു അവസ്ഥ കൂടി ഇതിനുണ്ട്. അതെന്താണ് എന്ന് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യും.